തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ രൂക്ഷമാണ്. ഇപ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. നമുക്കിപ്പം LDF സ്ഥാനാർത്ഥി PV ശ്രീനിജൻ തന്നെയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ അവസാന ലാപ്പ്? വളരെ ആത്മവിശ്വാസം ഉണ്ടല്ലോ. കാരണം ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ 20 ദിവസത്തെ ആത്മവിശ്വാസമല്ല. കഴിഞ്ഞ 5 വർഷം നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് 20 ദിവസം പോരാതെ വരും. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 60 മാസം നിരന്തരമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് നിയമസഭയിലടക്കം പറഞ്ഞ് പദ്ധതികളാക്കി മാറ്റി ഫണ്ടുകൾ അനുവദിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ NDAയിൽ നിന്നാണെങ്കിലും UDF നിന്നാണെങ്കിലും ഒക്കെ ഓരോ ബോംബുകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുന്നത്തുനാട്ടിൽ പ്രത്യേകിച്ച്. ഇതൊക്കെ വെറും നാടകങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? 2020 ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെപ്പിക്കുന്നു. സാബു തന്നെ ഇടപെട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കാൻ പോണത്? കോൺഗ്രസിനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ആർക്കും ഗുണമുണ്ടാകുന്നത്? കോൺഗ്രസിന് ഗുണമുണ്ടാവും. കോൺഗ്രസിന് ഗുണമുണ്ടായിട്ട് സാബു ജേക്കബിന് വല്ല ഗുണമുണ്ടോ? പിന്നെ പുത്തൻകുരിശിൽ ഇന്നലെ 2 പേരും കോൺഗ്രസിൻ്റെയും സാബു ജേക്കബ് വളരെ എന്തുകൊണ്ടാണ് പുത്തൻകുരിശിലെ പിന്തുണ പിൻവലിക്കായിരുന്നു? നിങ്ങളെന്താ മാധ്യമപ്രവർത്തകരൊന്നും ചോദിക്കാത്തത്? ആഞ്ഞടിക്കായിരുന്നല്ലോ. പുത്തൻകുരിശിൽ കോൺഗ്രസിന് കൊടുത്തേക്കണ പിന്തുണ സാബു ജേക്കബ് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഫലത്തിൽ 2 പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിന് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ UDF എന്തായാലും ജയിക്കില്ലെന്നുള്ളൊരു ധാരണ UDFന് ഒരു വിഭാഗത്തിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് നേടി NDAക്ക് വീണ്ടും അധികാരത്തിൽ വരാം. അവർക്ക് MLA ആകാമെന്നാണ് സാബു കണക്ക് വിട്ടുന്നത്. അപ്പോൾ UDFന്റെ ചോർച്ചയാണ് യഥാർത്ഥത്തിലുള്ള സാബുവിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തൻ്റെ കയ്യിലിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ വിട്ടുകൊടുത്ത് 2 പഞ്ചായത്ത് ഇപ്പോൾ അവർ കോൺഗ്രസിന് കിട്ടി. യഥാർത്ഥത്തിലുള്ള ഡീൽ അതല്ലേ? ഡീൽ ആരോപണത്തിന്റെ ഒരു കാലം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലം. അപ്പോൾ ശരിക്കും അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ഡീല് 2020യും കോൺഗ്രസും തമ്മിലായി എന്നാണ് പറഞ്ഞാൽ. കോൺഗ്രസിൽ ഒരു വിഭാഗം, ഞാൻ മുഴുവൻ കോൺഗ്രസ്സുകാരെയും പറയുന്നില്ല, കോൺഗ്രസിൽ ഒരു വിഭാഗമായിട്ട് സാബു ജേക്കബ് ഡീലാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് NDAക്ക് വോട്ട് ചെയ്തോളാം എന്ന് പറയുകയും ഫലത്തിൽ 2 പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനൊന്നും മറുപടി പറയട്ടെ അവർ. അല്ലെങ്കിൽ പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് കോൺഗ്രസിന് മറുപടി കൊടുക്കട്ടെ. 2020യുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിയോജനക്കുറിപ്പ് എഴുതി വെച്ച് രാജിവെച്ചു. എന്തുകൊണ്ട് സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്? നിങ്ങൾ മറുപടി പറയും. നിങ്ങൾ എൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ NDA അടുത്ത് സാബു ജേക്കബിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? അവർ മറുപടി പറയുന്നില്ല. അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടുള്ള UDFന് അവർ തോറ്റാലും കുഴപ്പമില്ല, എന്നെ തോപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. NDAക്കും സാബു ജേക്കബിന് ഇതേ ആഗ്രഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് NDAയും LDF ആയിട്ടൊരു എഡ്ജ് മത്സരം നടക്കുന്ന ആയതുകൊണ്ട് UDFലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് നേടി സാബു ജേക്കബിന് ജയിക്കുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും നല്ലവരായിട്ടുള്ള കോൺഗ്രസിലെ മതേതരവാദികളുടെ എല്ലാം മതേതര വിശ്വാസികളുടെ എല്ലാം വോട്ട് ഈ പ്രാവശ്യം ശ്രീനിജനാണ്. ഈ വിവാദങ്ങളെല്ലാം LDFന് അനുകൂലമായി വരുമെന്നാണോ? ഓൾറെഡി അനുകൂലമാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇത്ര കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ആളുകളായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരാളാണ്. സാധാരണക്കാരായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ കോൺഗ്രസോ NDAയോ 2020 ഒന്നും നോക്കിയിട്ടല്ല സർക്കാരിൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. 39,000 ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നത് ഞങ്ങൾ ജാതിയോ മതമൊക്കെ നോക്കിയിട്ടാണോ? അല്ല. അപ്പോൾ ആളുകൾക്ക് ആക്സസ് ഉള്ളൊരു MLA എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ കൃത്യമായിട്ട് എൻ്റെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ മറക്കണ്ട കേട്ടോ. എന്തായാലും കുന്നത്തുനാട്ടിൽ ഇത്തവണയും വീണ്ടും ചെങ്കൊടി പാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് PV ശ്രീനിജൻ ഉള്ളത്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫിൻ സാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.